സോ വെൽക്കം ബാക്ക് അവർ ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു ടൂൺ ആപ്പിൽ നമ്മൾ ചെയ്തത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോകൾ നമ്മൾ സ്റ്റിക്കറുകളാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോകൾ ഡ്രോ ചെയ്യാൻ പോവാണ്. ഡ്രോ ചെയ്യാൻ മീൻസ് ഒരുപാട് നേരം കുത്തിയിരുന്നുകൊണ്ട് വരച്ചുകൊണ്ടൊന്നും ഡ്രോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോട്ടോകൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മാത്രമല്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആപ്ലിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വോയില എന്ന് സെർച്ച് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് വോയില എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും. അതെല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. 3D കാർട്ടൂൺ ഉള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് നേരെ പോകുന്നതായിരിക്കും. ഓക്കെ, ഗാലറിയിലെത്തി. എന്നിട്ട് നമ്മൾ ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഫോട്ടോ ആണ് ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ആവുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. ഇതിന് ഇൻ്റർനെറ്റ് എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. 99% ആഡ്സ് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, നമ്മുടെ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇതിൽ 3 രീതിയിലാണ് നമ്മുടെ ഫോട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത്. നമുക്ക് റോയൽറ്റി 3D, ബേബി 3D, കാർട്ടൂൺ 3D എന്നുള്ള 3 രീതിയിൽ ഫോട്ടോകളാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ കാണാനായിട്ട് ഇതിൽ താഴെ നിന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓരോ ഫോട്ടോകളും എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം തീരെ ക്വാളിറ്റി ഇല്ലാതെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. എങ്ങനെ ക്വാളിറ്റി ആക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അതെല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ ഒരു ഓപ്ഷൻ. സേവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്ന ടൈമിൽ റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ഇതിൻ്റെ വാട്ടർമാർക്ക് കാണിക്കുന്നതായിരിക്കും. വാട്ടർമാർക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫോട്ടോകൾ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കണം. ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് അടിച്ചു. സെക്കൻഡ് വണ്ണും സ്ക്രീൻഷോട്ട് അടിച്ചു. തേർഡ് വണ്ണും സ്ക്രീൻഷോട്ട് അടിച്ചു. നമുക്കിതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കാം. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം നമ്മൾ ഈ ഫോട്ടോയ്ക്ക് ക്വാളിറ്റി എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയുള്ള ഈ ആപ്ലിക്കേഷൻ ഇത്. ഇനി നമ്മൾ എങ്ങനെ ക്വാളിറ്റി കൂട്ടാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷനും കൂടി സഹായം വേണം. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. റെമിനി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ടൈമിൽ ആഡ്സ് കാണിക്കാൻ സാധ്യതയുണ്ട്. ആഡ്സ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു സംഭവമാണ്. ഓക്കെ, നമ്മളിതിൽ എങ്ങനെ ക്വാളിറ്റി കൂട്ടാമെന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരു 6 ഓപ്ഷനോളം കാണുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് ഫോട്ടോ ആണ് ക്വാളിറ്റി കൂട്ടാനുള്ളത് ആ ഫോട്ടോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് 3 സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ. ഓക്കെ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് തന്നെ മുകളിലും താഴെയായിട്ട് ഒരുപാട് എലിമെൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് താഴെ റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് നമുക്ക് ക്രോപ്പിൻ്റെ ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 1:1 എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ ക്രോപ്പ് ചെയ്യാനുള്ളത് അതിനനുസരിച്ച് വെച്ചതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം താഴെ ഒന്നുകൂടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണോ എന്നുള്ളതൊന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്നുകൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ആഡ്സ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ആഡ്സ് വരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ആ ഫോട്ടോ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ആയി കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ആഡ്സ് വന്നു. അതാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ വീഡിയോ ഒന്ന് നല്ല രീതിയിൽ ക്വാളിറ്റി ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ വീഡിയോ ബിഫോർ ആഫ്റ്റർ എന്ന് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഡ്രാഗ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ബിഫോർ ഇമേജാണ്. ഈ ഇമേജ് നമ്മുടെ എത്രത്തോളം ക്വാളിറ്റി ആയെന്നുള്ളത് ഈ ഒരു താഴെയുള്ള ഈ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ട് നീക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആഫ്റ്റർ. ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ എത്ര രീതിയിൽ ഇത് നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും എത്ര രീതിയിലാണ് നമ്മുടെ ഫോട്ടോ ക്വാളിറ്റി കൂടിയെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സേവ് ചെയ്യാന്നുള്ളത് മുകളിൽ റൈറ്റ് കോർണറിലായിട്ട് കാണുന്നുണ്ട് സേവിൻ്റെ ഓപ്ഷൻ. അത് നമ്മൾ ചെയ്താൽ തന്നെ സേവ് ആവുന്നതായിരിക്കും. അത് പ്രസ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകളായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.